ഹായ് ഓൾ, ദർശന അക്കാഡമി റീനീറ്റ് എക്സ്റേ കെമിസ്ട്രി ചാപ്റ്റർ വൈസ് അനാലിസിസിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, trans 2 butane upon treatment with bromine in CCl4 gives the following product. ട്രാൻസ് ടു ബ്യൂട്ടീൻ ആണല്ലേ. ട്രാൻസ് ടു ബ്യൂട്ടീനിലേക്ക് ബ്രോമിൻ ഇൻ CCl4 ബ്രോമിനേഷൻ നടത്തിയാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ആന്റി അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. ബ്രോമിൻ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരിക്കും, ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരിക്കും ബ്രോമിൻ ആഡ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? ഇതായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കിയാലേ നമുക്ക് ഈ ന്യൂമാൻ പ്രൊജക്ഷൻ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പം ട്രാൻസിലേക്ക് ആൻറ്റി അഡീഷൻ നടത്തിയാൽ സ്റ്റീരിയോ കെമിസ്ട്രി അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് ഏതാ? മീസോ പ്രോഡക്റ്റ് ആണ് കിട്ടേണ്ടത്. തന്നിരിക്കുന്നത് ന്യൂമാൻ പ്രൊജക്ഷനിലുള്ളതാണ്. അത് മീസോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്കൊന്ന് നോക്കാം. ഈ ഫ്രണ്ട് കാർബണിനെ ഫിക്സ് ചെയ്ത് 60 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് കാർബണിനെ ഫിക്സ് ചെയ്ത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, BR ഫ്രണ്ട് കാർബണിൽ BRും Hഉം മീതയിലും ഉണ്ട്. ദെൻ 60 ഡിഗ്രി ക്ലോക്ക് വൈസ് ഇയാളെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കും? ഈ മീതയിൽ ഇതിൻ്റെ പുറകിൽ വരും, ആൻഡ് ഈ BR ഹൈഡ്രജൻ്റെ പുറകിൽ വരും, ആൻഡ് ഈ ഹൈഡ്രജൻ BRൻ്റെ പുറകിൽ വരും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? മീതയിൽ ആൻഡ് ബ്രോമിൻ, ഇവിടെ ഹൈഡ്രജൻ വരും. ഓക്കെ, കിട്ടേണ്ട പ്രോഡക്റ്റ് മീസോ പ്രോഡക്റ്റ് ആണ്. മീസോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് അല്ലേ. ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്, കാരണം അവർക്കൊരു ഇന്റേണൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇന്റേണൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് ദേ ആർ ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. അപ്പോൾ എങ്ങനെ ന്യൂമാൻ പ്രൊജക്ഷൻ എങ്ങനെ ഇരിക്കേണ്ടത്? സെയിം ഗ്രൂപ്പ് ബാക്ക് സൈഡിൽ വരണം അല്ലെ. ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ബ്രോമിൻ്റെ പുറകിൽ ബ്രോമിൻ, ഹൈഡ്രജൻ്റെ പുറകിൽ ഹൈഡ്രജൻ, മീതൈലിൻ്റെ പുറകിൽ മീതിൽ. അങ്ങനെ വന്നാലാണ് മീസോ ഫോം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ തന്നിരിക്കുന്നത് അങ്ങനെയാണോ? അല്ലല്ലേ, തന്നിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ എത്ര റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് അത് കിട്ടത്തുമില്ല. സോ ദാറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്കത് കിട്ടില്ല. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2, cis 2 butane on treatment with alkaline KMnO4 gives the following product. നോക്കാം. cis 2 butane ആണല്ലേ. ഇതിലേക്ക് ആൽക്കലൈൻ KMnO4 ഏത് റിയാക്ഷനാ? സിൻ ഹൈഡ്രോക്സിലേഷൻ ആണ് അല്ലേ. ആൽക്കലൈൻ KMnO4 എന്ന് പറയുമ്പോൾ ബേസ് റിയേജന്റ് ആണ്. ഹൈഡ്രോക്സിലേഷൻ ആണ് അവിടെ നടക്കുന്നത്. 2 OHും സെയിം സൈഡിലൂടെ ആയിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ. സെയിം സൈഡിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനി സിസിലേക്ക് സിൻ അഡീഷൻ നടന്നാൽ, സിസിലേക്ക് സിൻ അഡീഷൻ നടന്നാലും സ്റ്റീരിയോ കെമിസ്ട്രി അനുസരിച്ച് കിട്ടേണ്ട പ്രോഡക്റ്റ് ഏതാ? മീസോ പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടേണ്ടത്. തന്നിരിക്കുന്നത് മീസോ ആണോ നോക്കിയാൽ മതി. എന്ത് ചെയ്യണം? യെസ്, ഇതിനെ നമുക്ക് 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാവേ. ബാക്ക് കാർബണെ 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുവാണ്. നോക്കിക്കേ, ഫ്രണ്ട് കാർബൺ ഫിക്സ് ചെയ്യുന്നു, OH HMe. ബാക്ക് കാർബണിൽ OH ഇങ്ങോട്ട് വരും അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇവിടെ ആൻഡ് ദെൻ മീതയിൽ ഇവിടെ. എല്ലാ ഗ്രൂപ്പും സെയിം ഗ്രൂപ്പ് ബാക്ക് സൈഡിൽ തന്നെ വന്നിട്ടില്ലേ? വരുന്നുണ്ടല്ലേ. സോ ദിസ് ഇസ് എ മീസോ ഫോം ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ്. ഏത് ഓപ്ഷൻ വരും? സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റുമാണ്. ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് എന്താ തന്നിരിക്കുന്ന? ഒരു ആൽക്കൈൻ തന്നിട്ടുണ്ട്. ആൽക്കൈനിലേക്ക് എന്താണ്? ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് കാർബൺ, ദാറ്റ് ഇസ് ലിൻലാർ കാറ്റലിസ്റ്റ് ആണ് അല്ലേ. ലിൻലാർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് സിസ് പ്രോഡക്റ്റ് ആയിരിക്കും. സിൻ അഡീഷൻ നടന്നിട്ട് സിസ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതേ ആൽക്കൈനെ തന്നെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക. അപ്പോഴും ഹൈഡ്രജനേഷൻ ആണ് നടക്കുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ട്രാൻസ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ, എങ്ങനെയായിരിക്കും കിട്ടുന്നത്? PHC ട്രിപ്പിൾ ബോണ്ട് സിയിലേക്ക് ലിൻലാർ കാറ്റലിസ്റ്റ് ഹൈഡ്രജൻ പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ആൽക്കീൻ കിട്ടും. ആൻഡ് ആൽക്കീൻ എന്ന് പറയുന്നത് സിസ് ആൽക്കീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. ഹൈഡ്രജൻ സെയിം സൈഡിൽ വരുന്ന സിസ് ആൽക്കീൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആര്? നമ്മുടെ K എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടി. ദിസ് ഇസ് K. ഇനി ഈ K എന്ത് ചെയ്തിരിക്കുകയാണ്? K ഹൈഡ്രജൻ ബ്രോമൈഡ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. HBr യൂസ് ചെയ്ത്. HBr യൂസ് ചെയ്ത് ആൽക്കീനിലേക്ക് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം അത് ഏത് റൂള് ഫോളോ ചെയ്യും? മാർക്കോണിക്കോഫ് റൂള് ഫോളോ ചെയ്യും അല്ലേ. കാർബോക്കേറ്റോൺ മെക്കാനിസം ആണ്. അപ്പം ആദ്യമേ ആര് വരും? H+ വരുന്നു. H+ വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ
കാർബോകാറ്റോൺ കിട്ടുന്ന രീതിയിൽ H+ അറ്റാക്ക് ചെയ്യും അല്ലേ. സോ എന്ത് സംഭവിക്കും? ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് കാർബോകാറ്റോൺ, ഇങ്ങനെ ഒരു കാർബോകാറ്റോൺ കിട്ടുന്നു. സിംഗിൾ ബോണ്ട് CH2Me. ഇതിലേക്ക് പിന്നീട് Br- വന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, CH-Br CH2Me. ഇതാണ് നമ്മുടെ ഏത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? M എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഇസ് M. ഇനി അടുത്തതോ, ഈ സെയിം ആൽക്കൈനെ നമ്മൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ. അപ്പോൾ ട്രാൻസ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഹൈഡ്രജൻ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ. ആൽക്കീൻ കിട്ടും, അതിൽ ഹൈഡ്രജൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതിനെന്താ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ L എന്ന് പറയുന്നത്. ഇതിനെ ഇനി HBr ആഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ പ്രസൻസ് ഓഫ് ബെൻസോയിൽ പെറോക്സൈഡ്. ഇത് L കിട്ടി. ആൻഡ് ദെൻ HBr ഇൻ പ്രസൻസ് ഓഫ് ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏത് റൂള് ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മുടെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ കാർബൺ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് Br റാഡിക്കൽ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ കിട്ടുന്ന രീതിയിൽ Br റാഡിക്കലിനെ നമ്മളിവിടെ ആഡ് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റ് ഒരു ഹോമോലിറ്റിക് ഫിഷൻ നടക്കുന്നു, അതിലേക്ക് Br റാഡിക്കൽ വന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, CH-MEBr. ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള റാഡിക്കൽ നമുക്ക് കിട്ടി അല്ലേ. ഇതിലേക്ക് ഇനി ഹൈഡ്രജൻ റാഡിക്കൽ വരും. നമുക്ക് എന്ത് കിട്ടും? PH-CH2 CH-Br-Me. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് അല്ലേ. ദിസ് ഇസ് M ആൻഡ് ദിസ് ഇസ് N. എമ്മും എന്നും നമുക്ക് കിട്ടി. ഓക്കെ, കെയും എല്ലും തമ്മിൽ എന്താണ് ബന്ധം? കെ എന്ന് പറയുന്നതും എൽ എന്ന് പറയുന്നതും ജോമെട്രിക്കൽ ഐസോമർസ് അല്ലെ. ഒരാൾ സിസ് ഫോമും, ദിസ് ഇസ് സിസ് ഫോം ആൻഡ് ദിസ് ഇസ് ട്രാൻസ്ഫോം. കെയും എല്ലും ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. K and L are enantiomers, M and N are geometrical isomers, K and L are geometrical isomers, M and N are stereoisomers. ഏത് വരും? യെസ്, K and L are geometrical isomers എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് സിസ്സും ട്രാൻസും ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാം. ട്രാൻസും സിസ്സും ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണെന്നുള്ള തേർഡ് ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഹൈഡ്രോ കാർബൺ വിത്ത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ് നമ്മൾ ചെയ്തത്. സോ താങ്ക് യു ഓൾ.